എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു ചേന മെഴുക്കുവരട്ടി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. സാധാരണ ഉണ്ടാക്കുന്നതിലും ഒരല്പം വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ ചേന മെഴുക്കുവരട്ടി റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേനയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 സ്പൂണോളം അധികം എരിവില്ലാത്ത മുളക് പൊടി, അതായത് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കുരുമുളക് പൊടിയാണ്. അത് ഒരു ഏകദേശം ഒരു 1/4 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാല ഒരു 1/4 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേന വേവാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ആദ്യമേ ചേർത്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോരായികയുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് കുറച്ചേ ഉള്ളൂ, അപ്പം ഞാൻ ഇച്ചിരി കൂടെ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒന്ന് കുഴഞ്ഞു പോകും. പ്രത്യേകിച്ച് ഇവിടെ കിട്ടുന്ന ചേനയ്ക്ക് വലിയ വേവൊന്നുമില്ല. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ ഗ്യാസിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് ഇതൊന്ന് ഉപ്പിപ്പറ്റിച്ചെടുക്കാം. ഇനി നമുക്കിത് മെഴുക്ക് പുരട്ടിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. മെഴുക്ക് പുരട്ടാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പം വെളിച്ചെണ്ണ തയ്യാറാക്കുന്നതിനാണ് എപ്പോഴും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് എല്ലാ ഭാഗത്തും ഈ എണ്ണ എത്തത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ മെഴുക്ക് പുരട്ടിയിൽ ഇതൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷേങ്കിൽ ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പം മറ്റൊന്നുമല്ല, ഒരു ചെറിയ കഷ്ണം സവാള ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയെടുത്തത്. ഒരു സവാള ഉണ്ടാവും കേട്ടോ, വലുതാണെങ്കിൽ ഒരു അരഭാഗം എടുത്താൽ മതിയാവും. പിന്നെ കുറച്ച് കറിവേപ്പിലയും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എണ്ണയ്ക്കകത്തിട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാടങ്ങ് മൂത്ത് കളറൊന്നും അങ്ങനെ ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട. ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതിയാവേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഉപ്പിപ്പറ്റിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ചേനയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ക്യൂബ്സ് ആയിട്ടാണ് ചേനയുടെ കഷ്ണങ്ങൾ നുറുക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് നുറുക്കിയെടുക്കാം കേട്ടോ. ചേനയുടെ കഷ്ണങ്ങൾ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ എണ്ണയ്ക്കകത്ത് കിടത്തി ഒരു ഫ്ലെയിം എപ്പോഴും ഒരു ലോ ടു മീഡിയം ആ ഒരു റേഞ്ചിലിട്ടിട്ട് നല്ലതുപോലെ നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. അപ്പം കുറച്ച് ടൈം എടുത്ത് തന്നെ നമ്മളിത് മൊരിയിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മളിത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പം ഒരുപാട് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മൂത്ത് വരും. അപ്പോൾ ഞാനിപ്പം ഈ ഒരു അളവിൽ എണ്ണ ഒഴിച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് നമ്മളുടെ തീയെ മാറ്റിയിട്ട് ഇത് നന്നായിട്ട് മൊരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് നല്ല ടേസ്റ്റോട് കൂടിയ ചേന മെഴുക്കുവരട്ടി നമുക്കിങ്ങനെ റെഡിയാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഒരുപാട് എണ്ണ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 7-8 മിനിറ്റോളം ഞാൻ ഇതുപോലെയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കണ്ടില്ലേ, നമ്മളുടെ ചേന മെഴുക്കുവരട്ടി നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ ഇതൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അല്പം കൂടെ മുരിയണമെന്നുള്ളവർക്ക് കുറച്ച് നേരം കൂടെ നമ്മളുടെ പാനിലേക്ക് ഇടാം. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് ഞാൻ വാങ്ങിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ചേന മെഴുക്കുവരട്ടിയാണ്. നമ്മൾ ഗരം മസാലയും കുരുമുളകും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു മസാല ഫ്ലേവർ ഉണ്ട്. അപ്പം ചോറിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. അപ്പോൾ ഇങ്ങനെ ചേന മെഴുക്കുവരട്ടി തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇനി മുതൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോടൊന്ന് കൂട്ടുവിടാനും മറന്നു പോകരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് കാണാവേ. അതുവരേക്കും ബൈ.